നല്ല ഭംഗിയുള്ള രാത്രി. എനിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. രാത്രി മുഴുവൻ ഈ വെയിലത്തിരുന്ന ഉടനെ ശരിയാവും. നിന്റെ ഈ കോമഡി കേട്ടിട്ട് എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. അതായത് ഒരു വലിയ മാജിക് മരമുണ്ട്, അറിയോ? ഈ കഥ ഒരുപാട് കേട്ടതല്ലേ? എന്റെ ഈ കഥയിൽ 50% വ്യത്യാസമുണ്ട് കേട്ടോ. പണ്ടൊരു കാലത്ത് സന്തോഷം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ മ്യൂസിക്കും ഉണ്ടായിരുന്നു. ഈ മ്യൂസിക് ഗ്രാമത്തിൽ എങ്ങും പരക്കും. ഈ മ്യൂസിക് കേട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെയധികം സന്തോഷിക്കുമായിരുന്നു. ഒരു ദിവസം കൂരിരുട്ട് ആ ഗ്രാമം മുഴുവനും പടർന്നു. ആ സമയം മ്യൂസിക് മെഷീനും കാണാതെയായി. ആ മ്യൂസിക് മെഷീൻ ഇല്ലാത്തത് കാരണം ഗ്രാമം മുഴുവനും വിഷമത്തിലായി. നാശങ്ങൾ ആരംഭിച്ചു. ഇത് വളരെ മോശമായി പോയി. വില്ലേജ് വന്ന് ഡാർക്ക് ഷെയ്ഡിൽ പോയി കുടുങ്ങിയല്ലോ. അതുകൊണ്ട് എല്ലാവരും വിശന്നു വലഞ്ഞു. അങ്ങനെ പൂച്ചകൾ എലിയെ തിന്നാൻ തുടങ്ങി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഞാൻ അകത്ത് വരട്ടെ? അറിയാലോ ഇനി എന്താ പിന്നെ ആ എലി പൂച്ചയ്ക്ക് മാന്ത്രിക ബീൻസ് കൊടുത്തു. അപ്പോ അത് കിണറ്റിൽ വീണ് ആകാശം മുട്ടി ഒരു വലിയ മരം വളർന്നു. ഇതിലുള്ളതുപോലെ എനിക്കൊരു റോള് തരണം. അതിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. വാതില് തുറന്നോ, ഞങ്ങൾക്കൊന്ന് കറങ്ങാൻ പോണം. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എനിക്കിവിടെ ഒരു പൂച്ചയുടെ മണം വരുന്നുണ്ട്. പൂച്ചയെ പുറത്തേക്ക് വാ. ഇത് പറയാണ്ട് ഇതിന്റെ ഒട്ടും ഉണ്ടെന്ന്. എന്താടേ, എന്താ പറ്റിയേ? നീ പ്രേതത്തെ കണ്ടോ? മുതലേ കണ്ടോ? കോക്കനട്ട് ആണോ? ടൂത്ത് ഫെയറി ആണോ? എന്താന്ന് വെച്ചാ ചെയ്യടേ. കള്ളന്മാര്! ഇനി എന്തായിരിക്കും സംഭവിക്കുക? നീ എവിടെയാണെന്ന് എനിക്കറിയാം. എന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷയില്ല. പേടിക്കണ്ട കേട്ടോ, ഞാൻ കാണാൻ കൊള്ളിയായാലും പക്ഷെ നല്ലവനാ. എന്റെ മൂത്തേട്ട ശരിയല്ല, അതാ ഞാൻ ഇങ്ങനെ ചെയ്തേ. നിങ്ങൾ ആ ഗ്രാമത്തിൽ നിന്നല്ലേ? ഓ, നിങ്ങൾക്ക് ആ മ്യൂസിക് വേണോ അല്ലേ? എന്റെ ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ അത് മോട്ടിച്ച്. മ്യൂസിക് കേട്ടാ ഉറക്കം വരുന്ന ഏട്ടൻ പറഞ്ഞു. എന്റെ അനുവാദമില്ലാതെ നീ എന്തിനാ നിർത്തിയത്? എനിക്ക് ഉറങ്ങണമായിരുന്നു. ഇപ്പൊ നിന്നെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. 100 ആയുസ. ഇങ്ങനത്തെ ചേട്ടന്മാരുണ്ടെങ്കിൽ പിന്നെ ശത്രുക്കളുടെ ആവശ്യമില്ലല്ലോ. നോക്കിയേ, ആ രണ്ടുപേരും നമ്മുടെ മ്യൂസിക് മോഷ്ടിക്കാനാ വന്നിരിക്കുന്നേ. നമ്മുടെ ആവശ്യത്തിനല്ലേ നമ്മൾ അത് എടുത്തോണ്ട് വന്നത്. നമ്മൾ ഇവന്മാരെ വെറുതെ വിട്ടുകൂടാ. എനിക്ക് കഴിക്കാൻ ആ പൂച്ചേനത്താ. അതിന് എനിക്ക് വേണം. അത് പറഞ്ഞാ പറ്റില്ല. ഇന്നെന്റെ ഭക്ഷണം അവനാ. ഈ സമയം കൊണ്ട് വേഗം രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവര് രണ്ടുപേരും നിങ്ങളെ കൊല്ലും കേട്ടോ. എനിക്ക് പൂച്ചയെ വേണം. എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? കറക്റ്റ് ആയിട്ട് കൈ കണ്ടുപിടിക്കുന്നത് ആരാണോ അവർക്ക് കിട്ടും. ആ കൈനേക്കാളും ഇതായിരിക്കും നല്ലത്. ഞാനാ ജയിക്കാൻ പോകുന്നത്. ഈ കൈ തന്നെയാ. തെറ്റ്. അവനെ വിടാൻ പാടില്ല. വേഗം പിടിക്കണം. കൊള്ളാം. എന്തായാലും ഇത് നന്നായി പോയി.
വെറും കൈയോടെയല്ല വന്നത്. നോക്കിക്കേ. ആ ചെറിയ ഗ്രാമത്തിൽ വീണ്ടും പഴയതുപോലെ പ്രകാശം പടർന്നു. ഇങ്ങനെ സംഭവിക്കാൻ കാരണം ടോമും ജെറിയുമാണ്. എന്നെ മറക്കത്തില്ലെന്നറിയാം, ഞാൻ ഹെൽപ്പ് ചെയ്തതല്ലേ. ആ വലിയൊരു മനുഷ്യൻ എന്നതല്ല കാര്യ ചെയ്തേ. ഈ കഥ നല്ലൊരു അടിപൊളി കഥ, നന്നായിട്ടുണ്ട്. അതെ. ഇത് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്.